ഒരുപാട് ദുരുപദേശങ്ങൾ, തെറ്റായ പഠിപ്പിക്കൽ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. ശരിയോ തെറ്റെന്ന് അറിയാതെ പിള്ളേർ പോകുന്ന ഉൾക്കാഴ്ചയില്ല, ബുദ്ധി കെട്ടിയിട്ടിരിക്കുകയാണ്. ദുരുപദേശങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ. ഒരു കൊച്ചു കുഞ്ഞ് അവൻ വന്ന് പറയാണ്, അച്ഛാ പ്രൊഫസർ പഠിപ്പിച്ചു മാസ്റ്റർബേഷൻ ഈസ് എ സേഫ്റ്റി വാൽവ്. സ്വയംഭോഗം ചെയ്യുന്നത് ടെൻഷൻ ഒഴിവാക്കാനുള്ള നല്ല വഴിയാണെന്ന് ഒരു ടീച്ചർ സാർ പഠിപ്പിച്ചു. അവനത് ചെയ്ത് അവൻ പാവത്തിന് അടിമത്തിൽപ്പെട്ട് അവനെ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മനസ്സ് തകർന്ന് കഴിയുന്ന ഒരവസ്ഥ. ലെറ്റ് ദ ഐസ് ഓഫ് യുവർ ഹാർട്ട് ബി എൻലൈറ്റൻഡ്. ലെറ്റ് ദ ഐസ് ഓഫ് യുവർ ഹാർട്ട് ബി എൻലൈറ്റൻഡ്. അത് വേണം ഈ കാലഘട്ടത്തിൽ ആവശ്യം. ബുദ്ധി കെട്ടിയിട്ട് പോകരുത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അത്ഭുതം സ്തുതിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് നിർത്താം. നീതി സ്ഥാപിച്ചു കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം. പല ആളുകളും അനീതിയിൽപ്പെട്ട് ഞെരുങ്ങുകയാണ്. പല ആളുകളും നമ്മുടെ നന്മകളെല്ലാം കവർന്നെടുത്ത് നമ്മളെ ഞെരുക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല, അയൽക്കാരുടെ ഇടയിൽ നീതിയില്ല, സഹോദരങ്ങളുടെ ഇടയിൽ നീതി കിട്ടുന്നില്ല, സ്വന്തം വീട്ടിൽ നീതി കിട്ടുന്നില്ല, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, കോടതി വഴക്കുകളിൽ കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. സങ്കീർത്തനം 35:27 വാക്യം പറയും, എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിച്ച് ഈ ദൈവസ്തുതിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങളാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു 5 കാര്യങ്ങൾ വളരെ സമയക്കുറവുകൊണ്ട് വളരെ പെട്ടെന്ന് കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കറിയാം, നമ്മളൊരു അനുഗ്രഹമായി തീരാൻ, നമ്മുടെ ജീവിതം ഒരു കൃപയായി തീരാൻ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രധാന വഴിയാണ് ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധ അത്തനേഷ്യസ് എന്ന് പറയുന്ന അത്തനേഷ്യസ് പിതാവ് പറയും, നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജോണേ, ദൈവത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുമോ? പറയൂ. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടും. ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മഹത്വം വർദ്ധിക്കുമോ? ഇല്ല. ദൈവത്തിന് നിറവാണ്, ദൈവം സമൃദ്ധിയാണ്. ദൈവത്തിന് പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുക്കുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ മഹത്വം നമ്മിലേക്ക് ഒഴുകും. അങ്ങനെ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും. മനസ്സിലായൊരു പറ ഹല്ലേലൂയാ, ശ്രമേർത്തി ഹല്ലേലൂയാ. പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ ദൈവത്തെ എന്തുമാത്രം സ്തുതിക്കുന്നതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഗുണം നമുക്കാണ്. അതുകൊണ്ട് ദൈവത്തെ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കവിഞ്ഞൊഴുകി നമ്മിലേക്ക് വീഴും. അങ്ങനെ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയാ, സ്നേഹത്തോടെ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ അഗസ്തീനോസ് പറയും, ദൈവത്തെ സ്തുതിക്കുന്നത്, വിശുദ്ധ അഗസ്തീനോസ് പറയും, ദൈവത്തെ ഒരു തവണ പാടി സ്തുതിച്ചാൽ എത്ര തവണ പ്രാർത്ഥിക്കുന്നു എന്നാ? 5 ഹല്ലേലൂയ. 2 തവണ. ഒരു തവണ നമ്മൾ പാടിയാൽ 2 തവണ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പൊ ദൈവത്തെ ഒരു തവണ പാടി സ്തുതിച്ചാൽ 2 തവണ പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധ അഗസ്തീൻ. വിശുദ്ധർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ 5 കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവസ്തുതിപ്പുകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ആദിമസഭയുടെ പ്രാർത്ഥനാ രീതിയായിരുന്നു. ആദിമസഭ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഉള്ള സഭ. ഇപ്പം നമ്മൾ സഭയുടെ അവസ്ഥ, നമ്മളിങ്ങനെ കിയോന്നിരിക്കുകയാണ്. വലിയ വിശ്വാസമൊക്കെ ഉണ്ട്, ഇല്ല. അങ്ങനെ ഒരു ചടങ്ങനുസരിച്ച് യാന്ത്രികമായി മെഷീനറി, ഒരു മെഷീൻ കണക്കെ അങ്ങ് പോവുകയാണ്. പക്ഷേ ആദിമസഭ അങ്ങനെയല്ല, ഹൈ വോൾട്ടേജ് ഉള്ള സഭയാണ്. ആത്മാവിന്റെ ശക്തി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ സഭ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃക എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന മാതൃകയാണ്. ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഇങ്ങനല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് ഹൈ വോൾട്ടേജോടുകൂടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതൊരു ജൂയിഷ് പ്രയർ ആയിരുന്നു. യഹൂദരിൽ നിന്ന് കടമെടുത്ത പ്രാർത്ഥനയാണ് ദൈവസ്തുതി. യഹൂദരായിട്ടിരുന്ന ആളുകൾ നിരന്തരം ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. അതിന്റെ 2-3 ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പെട്ടെന്നൊന്ന് കാണുന്നത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്കറിയാം. ലൂക്ക 1:46 അല്ലേ? ലിയ റെഡിയാണോ? ലൂക്ക 1:46 പരിശുദ്ധ അമ്മ പാടി പ്രാർത്ഥിച്ചത് എങ്ങനെയാ? മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു,
എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതായത് ഈ ആരാധനയൊക്കെ തുടങ്ങി കുറെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് അല്പനേരം ഇങ്ങനെ ഒടിഞ്ഞുത്തി വന്നിട്ട് പോകുന്നുള്ളല്ലോ. അമ്മ പ്രാർത്ഥിച്ച എങ്ങനെയാണെന്നറിയാമോ? അമ്മ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എന്റെ ഹൃദയം, എന്റെ ചിത്തം എന്റെ ദൈവത്തെ ആരാധിക്കുന്നു. മറിയത്തിന്റെ സ്തോത്രഗീതം എന്ന് പറയുന്നത് യഹൂദ ചരിത്രത്തിന്റെ ഒരു രീതിയാണ്, പ്രാർത്ഥനാ രീതിയാണ്. അമ്മ പറഞ്ഞു, എപ്പോഴും എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. ശിഷ്യന്മാരും അതുപോലെ തന്നെയാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ശിഷ്യന്മാര് അവരെങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്. വായിക്കാമോ? ലൂക്ക 19:37 മുതൽ. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി? ഉച്ചത്തിൽ. ഉച്ചത്തിൽ. അതായത് ശിഷ്യന്മാരുടെ രീതി എന്ന് പറയുന്നത് അവരിങ്ങനെ താഴ്ന്ന സ്വരത്തിലല്ല, അതുവരെ അവർ കണ്ട യേശു ക്രിസ്തു പ്രവർത്തിച്ച എല്ലാ പ്രവൃത്തികളെ കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെയാ സ്തുതിച്ചത്? കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. എങ്ങനെ വിളിച്ചു? ആർത്തു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ രീതി ഇതാണ്. ദൈവത്തെ ആരാധിക്കുന്നത് ഉച്ചത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു, ആർത്തു വിളിച്ച് സ്തുതിച്ചു. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഓശാന നമ്മൾ പാടാറുണ്ടല്ലേ? എങ്ങനെ പാടുന്നേ? ഓശാന ഈശനു സതതം, ഓശാന ഓശാന ഓശാന. ഇവിടുത്തെ ശിഷ്യന്മാരൊക്കെ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. ശിഷ്യന്മാര് പാടി ഉച്ചത്തിൽ ആർത്ത് വിളിക്കുന്നു. പാടിക്കേ ഉച്ചത്തിൽ. ഓശാന ഈശനു സതതം, ഓശാന 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 ഓശാന. വളരെ തീക്ഷ്ണതയോടെ, എരിവോടെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അടുത്ത വചനത്തിൽ നമ്മൾ ലൂക്ക 24:53 ഈ സ്ലീഹന്മാര് ശിഷ്യന്മാർ ചെയ്ത മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 53-ാം തിരുവചനം. ഉത്ഥാനത്തിന് ശേഷവും അവരെന്താ ചെയ്തത്? വായിച്ചേ. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യന്മാരുടെ രീതി, പരിശുദ്ധ അമ്മയുടെ രീതി, ആദിമസഭയുടെ രീതി. ദൈവത്തെ സ്തുതിക്കാൻ മടുപ്പ് കാണിക്കത്തില്ല. ദൈവത്തെ സ്തുതിക്കുക. എത്ര സാഹചര്യങ്ങൾ പരിമിതമാണെങ്കിലും ക്ലേശമാണെങ്കിലും കഷ്ടപ്പാടാണ്, നമ്മുടെ കൂട്ട് എല്ലാ സൗകര്യങ്ങളൊന്നും ഇല്ല, അടിമ കോളനിയാണ്, എന്നാലും അവര് ദൈവത്തെ സ്തുതിക്കും. കരങ്ങൾ ഉയർത്തി അല്പനേരം ഒന്ന് സ്തുതിക്കാമോ? ഉച്ചത്തിൽ ആദിമസഭയുടെ ഒരു അഭിഷേകം നിറയട്ടെ, സ്ലീഹന്മാരുടെ ഒരു അഭിഷേകം നിറയട്ടെ. കർത്താവേ, ഈ ആലയത്തിൽ ദൈവസ്തുതിക്ക് തടസ്സമായി നിൽക്കുന്ന തിന്മകളെ യേശുവേ നിർവീര്യമാക്കണമേ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണമേ. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ സ്തുതിക്കണമെന്നും ബൈബിൾ പറയുന്നുണ്ട്. ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണം? 148-ാം സങ്കീർത്തനം 11-ാം വാക്യം 148-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ കൃത്യമായിട്ട് ദൈവം ലിസ്റ്റ് പറയുന്നുണ്ട്. ആരൊക്കെ സ്തുതിക്കണം, ആരൊക്കെ സ്തുതിക്കേണ്ട. ഇതിനകത്ത് ആരെങ്കിലും സ്തുതിക്കേണ്ടാത്തവരുണ്ടെങ്കിൽ, ഇതിനകത്ത് ഇരിപ്പുള്ളവരുണ്ടെങ്കിൽ പറയണം. സ്തുതിക്കുന്നവരെ പേര് ലിസ്റ്റ് ഒന്ന് വായിച്ചേ. ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഈ ലിസ്റ്റിൽ പെടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ എലിയ. ഭൂമിയിലെ രാജാക്കന്മാരും സ്തുതിക്കണം, ജനതകളും എല്ലാ ജനതകളും സ്തുതിക്കണം, പ്രഭുക്കന്മാര് സ്തുതിക്കണം, ഭരണാധികാരികൾ, പ്രസിഡന്റുമാര്, പ്രൈം മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഉദ്യോഗസ്ഥര്, എല്ലാ ഭരണാധികാരികളെ സ്തുതിക്കണം. യുവാക്കളെ സ്തുതിക്കണം, കന്യകമാരെ സ്തുതിക്കണം, വൃദ്ധരെ മിണ്ടാതിരിക്കല്, കുഴമ്പ്, വയ്യ, പാട, ചൂടുവെള്ളം വേണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തുതിക്കണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പരമേർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. വൃദ്ധരെ സ്തുതിക്കണം. പിന്നെ ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ശിശുക്കളും കർത്താവിനെ സ്തുതിക്കണം. ആരാ? പശുക്കളല്ല, ശിശുക്കളും കർത്താവിനെ സ്തുതിക്കണം. എല്ലാവരും കർത്താവിനെ സ്തുതിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പരമേർത്തി ഹല്ലേലൂയ. 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 എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല സ്തുതിയിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ സ്തുതിക്കാൻ പറ്റാതെ നാം ഇങ്ങനെ മരവിച്ചൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഈശോയെ സ്തുതിക്കാനൊരു കൃപ തരണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തുതി അനേക അനുഗ്രഹങ്ങളുടെ വാതിലാണ്. നാം ഒരു അനുഗ്രഹമായി തീരാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വാതിലാണ് സ്തുതി. ഈ വാതിൽ തുറന്നു കിട്ടിയാൽ നമ്മൾ അറിയാതെ കൃപകൾ നിറയും. അത് ബൈബിളിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനേകർ പഠിപ്പിക്കുന്ന പാഠമാണ്. നമ്മളത് കേൾക്കാം. ഹല്ലേലൂയ. 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 യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. കരങ്ങളടിച്ച് യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. തിരുവെള്ളത്തിൻ ഇരച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ. 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 യേശുവിൽ സ്നേഹമുള്ളവരെ, 150 സങ്കീർത്തനത്തില്, അതൊക്കെ സങ്കീർത്തനങ്ങളിലകത്തൊക്കെ ഒരുപാട് സ്തുതികളുണ്ട്. നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ, സ്തുതിച്ചാൽ, ഒന്ന്, നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും. ഒന്നാമത്തെ പാഠം ഫലദായകം. നമുക്കറിയാം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലും ഒരു അനുഗ്രഹമാകണം. ഒരു വിത്ത് നട്ടാൽ അത് കിളിക്കണം, ഒരു ചെടി നട്ടാൽ അതിൽ പൂവുണ്ടാകണം, നമ്മളൊരു ജോലി ചെയ്താൽ കാശ്, പണം, സമ്പത്ത് വരണം, നമ്മളൊരു കാര്യം, ഉദ്യമം ആരംഭിച്ച ബിസിനസ് തുടങ്ങിയാൽ അതൊരു അനുഗ്രഹമാകണം. നമ്മുടെ മക്കൾ ഫലദായകം, നമുക്ക് മക്കളുണ്ടാകണം, ഫ്രൂട്ട്ഫുൾ ആകണം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചാൽ നമ്മൾ ഫലദായകത്വം പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മൾ ഫലമണിയും. ഹല്ലേലൂയ. അത് പഠിപ്പിക്കുന്ന പാഠമാണ് 2 സാമുവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് വായിച്ച് കേൾക്കാം. 2 സാമുവേലിന്റെ പുസ്തകം 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതായത്, ദൈവത്തെ സ്തുതിച്ചാൽ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും. പല ആളുകളുടെ വിഷയം എന്ന് പറയുന്നത്, എന്ത് ചെയ്താലും ഒരു മേൽഗതിയില്ല, എന്ത് ചെയ്താലും ഒരു എഴുന്നേൽപ്പില്ല, മണ്ടയടച്ചിരിക്കുകയാണ്, എന്ത് ചെയ്താലും ഒരു മുരടിപ്പ്, ഒരു ഉണർവില്ല, ഏത് കാര്യം ചെയ്താലും ഒരു തടസ്സം. അത് മാറാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം തന്നിരിക്കുന്ന വഴിയാണ്. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകാൻ ഈ പാഠം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ദൈവത്തെ സ്തുതിച്ചാൽ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും. ഫലദായകത്വം വായിച്ചു കേൾക്കാം. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിലൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവൾ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. 6-ാം അധ്യായം 20 മുതൽ 23 വരെ കൂടെ വായിക്കാം. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിന്റെ മകൾ മിഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതേ, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദ്യനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിന്റെ പുത്രി മിഖാൽ
മരണം വരെയും സന്താനരഹിതയായിരുന്നു. ആ വാക്ക് ഒന്നുകൂടെ വായിച്ചു കേട്ടെ. സാവൂളിന്റെ മകൾ മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. മരിക്കുന്നത് വരെ മക്കളില്ല, ഫ്രൂട്ട്ഫുൾ അല്ല. കാരണം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവര്, ദാവീദ് രാജാവ് കർത്താവിന്റെ പേടകം കൊണ്ടുവന്നപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. രാജാവ് തുള്ളുക, കർത്താവിന്റെ മുമ്പിൽ സർവ്വതും മറന്ന് ദൈവത്തെ ആരാധിക്കുക, പാടി പാടി സ്തുതിക്കുക, ഡാൻസ് കളിക്കുക, നൃത്തം, നല്ല ഡാൻസ്. കിരീടം വെച്ചിട്ടുണ്ട്, തുണിയൊന്നും ഉരിഞ്ഞു പോയത് അറിഞ്ഞില്ല, അതുപോലെ ഡാൻസ്. ഒരു അരക്കച്ച മാത്രം കെട്ടി, ആലോചിച്ച് നോക്കിയ രാജാവ് കിരീടം വെച്ചിട്ടുണ്ട്, അരക്കച്ച മാത്രം, ഒരു ചെറിയ ചണനൂല് മാത്രമേ ഉള്ളൂ, ഡാൻസാണ്. അപ്പോൾ ഭാര്യ ജനലിൽ നോക്കിയപ്പം കെട്ടിയോന്റെ ചാട്ടം കണ്ടിട്ട് ഭാര്യ ഒരു ഡയലോഗ് പറഞ്ഞു. നന്നായിരിക്കുന്നു, ഫസ്റ്റായിരിക്കുന്നു കേട്ടോ. എൻ്റെ കൂട്ടുകാരികളും കുടുംബശ്രീയിലെ അംഗങ്ങളും എല്ലാം കണ്ടു, നന്നായിരിക്കുന്നു നിങ്ങളുടെ ചാട്ടം. ഇത് കണ്ടിട്ട് ദാവീദ് പറഞ്ഞു, ഡേ എൻ്റെ ദൈവമാണിത്, കർത്താവിൻ്റെ പേടകം, അവിടുത്തെ സാന്നിധ്യമായത്. ജസ്സയുടെ ഇടയ ചെറുക്കൻ എന്നെ പിടിച്ച് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരുത്തി എൻ്റെ ദൈവമാണിത്. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചാടും, നൃത്തം ചെയ്യും, ഇനിയും ചാടും, നീ പോയി പണി നോക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ മടുപ്പ് കാണിച്ച, ദൈവസ്തുതിയെ പരിഹസിച്ച, ദൈവാരാധനയെ നിന്ദിച്ച മിഖാൽ ഫ്രൂട്ട്ഫുൾ അല്ലാതെ പോയി. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ സ്തുതിച്ചാൽ നമ്മൾ ഫലദായകത്വം, അത് മക്കളാകുന്നു എന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും നമ്മൾ അനുഗ്രഹമായി മാറി, തൊടുന്നത് ഒരു അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിച്ചാൽ ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, സന്തോഷത്തോട് പറ ഹല്ലേലൂയ. ഇനി ഒരു വചനം ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രൂട്ട്ഫുൾ അല്ലാതെ ജീവിച്ചാൽ പിശാച്, വിനാശകൻ നമ്മുടെ അടുത്തുനിന്ന് മാറത്തില്ല. എവിടെ പറഞ്ഞു? ബൈബിളിൽ പറഞ്ഞു. യെരമ്യായുടെ പുസ്തകം എടുത്തേ, 8-ാം അധ്യായം 13-ാം തിരുവചനം. നമ്മൾ ദൈവം തന്ന കഴിവുകളെ ഫ്രൂട്ട്ഫുൾ ആക്കാതെ ജീവിച്ചാൽ, പ്രത്യേകിച്ച് പിശാചിനെ നമ്മൾ വിളിച്ചു വരുത്തേണ്ട, പിശാച് വീട്ടിൽ തന്നെ കാണും, നമ്മുടെ കൂടെ കാണും. അതാണ് യെരമ്യാ 8-ന്റെ 13-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് കൃഷിക്കാരനാണ്. കർത്താവ് വന്ന് വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചന്ദനപ്പള്ളി ഇടവകയിൽ വന്ന് വിളവെടുക്കാൻ വേണ്ടി കർത്താവ് തീരുമാനിച്ചു. എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല. കർത്താവ് നോക്കുമ്പോൾ ഒരു ഫ്രൂട്ടും ഇല്ല. അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല. ഫ്രൂട്ട്ഫുൾ അല്ല. അത്തിവൃക്ഷവും മുന്തിരിയും ഫ്രൂട്ട്ഫുൾ അല്ല. ഇല പോലും വാടിക്കൊഴിഞ്ഞു. പോരാന്നതിന് ഉള്ള ഇല പോലും കരിഞ്ഞിരിക്കുക. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. ദൈവം പറയാണ്, ഫ്രൂട്ട്ഫുൾ അല്ലാത്ത ജീവിതത്തിന്റെ നേരെ കർത്താവ് വിനാശകനെ അയക്കും. ആരാ വിനാശകൻ? അയ്യോ, ആരാ വിനാശകൻ? നാശകൻ ആരാ? പിശാച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫ്രൂട്ട്ഫുൾ അല്ലാതെ പോയാൽ പിശാചിനെ അവിടെ പ്രതീക്ഷിച്ചോണം. നമ്മൾ ഒരു കാര്യം, ദൈവം ഒരു കഴിവ് തന്നു, അത് ഫലപ്രദമാക്കുന്നില്ലെങ്കിൽ, ആ താലന്ത് വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, പഠിക്കാൻ കഴിവന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, ഉഴപ്പ്, അലസത, പ്രത്യേകിച്ച് പിശാചിനെ ആരും അയക്കണ്ട, അവിടെ ഉണ്ട് പിശാച്. നമ്മൾ നല്ലൊരു ജോലി ഉണ്ടാകും, കളഞ്ഞിട്ട് നടക്കുക, പിശാച് അവിടെ ഉണ്ട്. നല്ലൊരു കുടുംബത്തെ തന്ന അതിനെ വളർത്തിക്കൊണ്ട് വരാതെ തെക്കുടക്ക് നടക്കുക, പിശാച് അവിടെ ഉണ്ട്. വിനാശകൻ, അവൻ വന്നാ നശിപ്പിക്കുക. ചെയ്യും. ബൈബിൾ പറയാണ്, ദൈവത്തിന്റെ വചനം പറയാണ്, അത്തിവൃക്ഷത്തിൽ കായ്കളില്ല, മുന്തിരിച്ചെടിയിൽ പഴമില്ല, ഇല പോലും ഒഴിഞ്ഞു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ആകണം. ഫ്രൂട്ട്ഫുൾ ആകാൻ എന്താ വഴി? പോയി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, വിനാശകനെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്തവന്റെ അടുത്ത് പിശാചുണ്ടെന്ന് തിരിച്ചറിവില് നമ്മൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ പോലും ആ സ്തുതിയുടെ കൃപ കിട്ടിയാൽ, കർത്താവ് പറയാണ്, ശത്രുക്കളെ നിർവീര്യമാക്കാൻ ശിശുക്കളുടെ അധരങ്ങളിൽ ഞാൻ സ്തുതി ഒരുക്കി. കുഞ്ഞുങ്ങൾക്ക് പോലും പിശാചുക്കളെ നിർവീര്യമാക്കാൻ പറ്റും. ശത്രുവിനെ സ്തുതിച്ചാൽ മതി. സങ്കീർത്തനം 8-ന്റെ 2-ാം വാക്യം വായിക്കാമോ? 8-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മൂല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി എന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ സ്തുതി ഒരുക്കി.
കുഞ്ഞുങ്ങളൊക്കെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച പ്രിയപ്പെട്ടവരെ, പിശാച് ശത്രു നിർവീര്യമാവും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ മാത്രം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ നിന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ ദൈവസ്തുതികൾ ഒരുക്കിയ വീട്ടിൽ ശത്രുക്കൾ കയറില്ല, നിർവീര്യമാവും. കുഞ്ഞുങ്ങളെയൊക്കെ സ്തുതിക്കാൻ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് ഒന്നാമത്തെ പാഠം. ബി ഫ്രൂട്ട്ഫുൾ ഇനഫ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഈസ് ദ സൊല്യൂഷൻ. ടു ബി ഫ്രൂട്ട്ഫുൾ ഇനഫ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഈസ് ദ സൊല്യൂഷൻ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. ഒന്നാമത്തെ പാഠം. 2, വളരെ പെട്ടെന്ന് ആത്മശക്തി പ്രവഹിക്കാൻ സ്തുതിപ്പ് കാരണമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമ്മൾക്ക് ചിലപ്പോഴൊക്കെ എല്ലായ്പ്പോഴും ഒരുപോലല്ല. ചിലപ്പം പ്രാർത്ഥനയിൽ ഒരു മന്ദത, പഴയതുപോലെ ഒരു കൃപയില്ല, ഒരു ആത്മീയ ഉണർവില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തെ അല്പനേരം അല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ സ്തുതിക്കാൻ ശ്രമിച്ചേ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവഹിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം. 2 രാജാക്കന്മാർ 3-ന്റെ-15-ാം തിരുവചനം പ്രവഹിക്കണം. ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി ഏലീശായുടെ മേൽ ആവസിച്ചു. അതായത് അന്തരീക്ഷം ഇതാണ്, അതിന്റെ രംഗം ഇതാണ്. 2 രാജാക്കന്മാര് ഒരു രാജാവിനെതിരെ യുദ്ധത്തിന് പോകണോ വേണ്ടായോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഒരാൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല, മറ്റയാൾ പറഞ്ഞു പോകാം. അങ്ങനെ കൺഫ്യൂഷനിൽ ഇരുന്നപ്പോൾ സാധാരണഗതിയിൽ ഇസ്രായേൽക്കാർ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതം ആരായി. അപ്പൊ ദൈവപുരുഷന്മാരുടെ അടുത്ത് നിന്ന് ചോദിക്കും, പ്രവാചക, ഞങ്ങൾ ഈ യുദ്ധത്തിന് പോകണോ വേണ്ടായോ? നമ്മൾ ചോദിക്കാറില്ലേ, ഈ വീട് പണിയണോ വേണ്ടായോ, ഈ ജോലി വേണോ, ഈ കല്യാണം വേണോ? ആ ഒരു കൺഫ്യൂഷൻ. അപ്പോ ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവപുരുഷൻ പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം പറയും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഈ തവണ ഏലീശ എന്ന് പറഞ്ഞ ദൈവപുരുഷൻ അല്പം മന്ദതയിലാണ്. പഴയതുപോലെ ഒരു തീഷ്ണത ഇല്ലാതിരിക്കുക. എപ്പോഴും ദൈവ അനുഭവം ഒന്നും കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ, രാജാക്കന്മാർ ചോദിച്ചപ്പോ, ഏലീശ ഒരല്പം മന്ദതയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആത്മീയമായ ഒരു മരവിപ്പ്, ഒരു ഉണർവില്ല. ഏലീശ എന്താ ചെയ്തെന്നറിയാമോ? ഏലീശ പറഞ്ഞു, ഒരു ഗായകനെ എന്റെ അടുത്ത് കൊണ്ടുവരുവേൻ, അവൻ ഒരു ദൈവസ്തുതി പാടട്ടെ. ബിബിൻ വരൂ. ഗായകൻ ഒരു ദൈവസ്തുതി പാടിയപ്പോ ഏലീശായിൽ, അടുത്ത വചനം എന്താ പറഞ്ഞേ? ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി ഏലീശായുടെ മേൽ ആവസിച്ചു. കർത്താവിന്റെ ആത്മാവ് ഏലീശായുടെ മേൽ. അതുവരെ ആത്മീയ മരവിപ്പിലിരുന്ന ആള് ഭയങ്കരമായ ശക്തമായ ഒരു ഉണർവിലേക്ക് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം സ്തുതിക്കുമ്പോ ദൈവത്തിന്റെ ആത്മശക്തി പ്രവഹിക്കും. മനസ്സിലായൊരു പറ ഹല്ലേലൂയ. ദൈവത്തെ ഉച്ചത്തിൽ മനസ്സോർന്ന് സ്തുതിച്ചാൽ ദൈവത്തിന്റെ ശക്തി സെൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് വന്ന് കുറേ പേര് ആരാധനയിൽ പറയുന്നുണ്ട്, കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ഒരു പെട്ടെന്നൊരു ഒരു തെരിപ്പ്, ഒരു ഉണർവ്, ഒരു ആത്മാവിന്റെ ഒരു അഭിഷേകം, ഒരു അനോയിന്റിങ് ആരാധന സമയത്ത് കിട്ടാറുണ്ടോ? അങ്ങനെ ഒന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിച്ചാൽ ദൈവശക്തി പ്രവഹിക്കും. വിശ്വസിച്ച് പറ ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. ആത്മീയ മരവിപ്പ്, ആത്മീയ മന്ദതയും മാറാൻ ദൈവം തരുന്ന വഴിയാണ് ദൈവസ്തുതി. ഒന്ന് അല്പനേരം കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് ഉച്ചത്തിൽ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ. ഈശോടാത്മാവേ, ശക്തിയോടെ ഈ മക്കളുടെ മേൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്താൽ സ്വരിപ്പിക്കണമേ. ആത്മീയ മരവിപ്പ്, മന്ദതയും എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴും നമ്മൾ ദൈവത്തെ സ്തുതിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായ ഒരു പ്രാവശ്യത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഒരു 10-25 പേർക്ക് കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറയും. അത് നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിലാകാൻ വേണ്ടിയുള്ള ട്രിക്കല്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ശബ്ദമൊക്കെ ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുമ്പോൾ അച്ഛൻ ഏതാണ്ട് നല്ല ട്രിക്ക്. അതിനല്ല. ബൈബിളിൽ ഒരു പാഠമുണ്ട്. നിങ്ങൾക്കറിയാം, പൗലോസും ശീലാസും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു അടിമ പെൺകുട്ടി, പിശാച് ബാധിച്ച ഒരു പെൺകുട്ടി ഈ പൗലോസിന്റെ ശീലാസിനെ പുറകെ നടന്നിട്ട് പറയും, ഓ പൗലോസ്, ഓ ശീലാസ്, അത്യുന്നതന്റെ പ്രവാചകരെ, ദൈവത്തിന്റെ ശക്തി കൂടി ഉള്ളുന്നവരെ, ഇവരാണ് യഥാർത്ഥ ദൈവത്തിന്റെ ആരാധകർ എന്നൊക്കെ പറഞ്ഞത്. എന്നും ഇവരെ നോക്കി അങ്ങ് പുകഴ്ത്തും.
എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ പൗലോസും ശീലാസും കേൾക്കുന്നത് ഈ പെണ്ണിങ്ങനെ പിശാചുബാധയാണ്, ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന പറയുക, ഇവരെ പുകഴ്ത്തി പറയുക. സൈ ഇട്ടിട്ട് പൗലോസ് തിരിഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞു, ദുഷ്ട പിശാചി പെങ്കൊച്ചിനെ ബാധിച്ചിട്ട് പിശാച് വിട്ടുപോക്കണം. പിശാച് അവളെ വിട്ടുപോയി. ആ പെണ്ണ് ഭാവി ഫലം പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഭാവി ഫലം, കൈനോട്ടം, വാരഫലം, മുഖനോട്ട ലക്ഷണം, വന്നാട്ടെ ഇരുന്നാട്ടെ നോക്കാട്ടെ ചേച്ചി എന്നാ ലക്ഷണമാണ് ഐശ്വര്യം ഒന്ന് നമ്മൾ ഇരുത്തി ഇങ്ങനെ പറയാറില്ലേ, ആ ഒരു ടീമാണ്. ബൈബിൾ പറയുന്നത് പിശാചുബാധയാണ്. പൗലോസ്ലീഹ അതിനെ അങ്ങ് ബന്ധിച്ചു. ഉടനെ ഈ പിശാച് വിട്ടുപോയി. ഈ പെൺകുച്ചിനെയും കൊണ്ട് ഭാവി ഫലം പറഞ്ഞ് കാശുണ്ടാക്കുന്ന 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായവരുടെ വരുമാനം നിന്നു. പിശാച് പോയി, വരുമാനം നിന്നു. ഉടനെ ഇവര് വളരെ ദേഷ്യത്തോടെ വന്ന് പൗലോസിനെ ശിലാസിനെയും പിടിച്ചു കെട്ടി ജനക്കൂട്ടത്തെയും ഇളക്കി കൊണ്ടുവന്ന് ആവശ്യത്തിന് തല്ലു കൊടുത്തിട്ട് ഫിലിപ്പിയിലെ തടവറയിൽ കൊണ്ടുപോയി അങ്ങ് ഉള്ളറയിൽ കൊണ്ടുപോയിട്ട് കൈകളിൽ ആമം വെച്ച് ശരീരം മുഴുവൻ മുറിഞ്ഞ് അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ വചനം പറയാണ്, 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. 25 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ പൗലോസും ശീലാസും തടവറയിലെ ആളുകളുടെ കയ്യിലെ ആമം അഴിഞ്ഞു വീണ കാര്യം എപ്പോഴാണ്? എത്ര വാക്യം? 25. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളിലും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, 2 പേരാണ് ദൈവത്തെ സ്തുതിച്ചത്. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ദൈവത്തെ സ്തുതിച്ച 2 പേര് ഹൃദയം തുറന്ന് സ്തുതിച്ച കേൾക്കുന്ന ഒരു 10-20 പേരുടെ ചങ്ങലകൾ അഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മെസ്സേജാ. അതുകൊണ്ട് നമ്മൾ ഉച്ചത്തിൽ ആളുകളെ ഒന്നും നോക്കരുത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല ആളുകൾ സ്തുതിക്കാൻ പറ്റില്ല. കാരണം ബൈബിൾ പറയുന്നുണ്ട്, പാപിക്ക് സ്തോത്ര ഗീതം ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം പല ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് സ്തുതിക്കാൻ പറ്റില്ല. പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങത്തില്ല. അവൻ കർത്താവിന് പ്രചോദനം ഉൾക്കില്ല, ബ്ലോക്കാ. അപ്പൊ എന്ത് ചെയ്യണം? കർത്താവിന്റെ കൃപ, സ്തുതിക്കാൻ കൃപ കിട്ടിയവർ ഉച്ചത്തിൽ ദൈവം സ്തുതിക്കണം. അപ്പോ അടുത്തുള്ളവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴും. നമ്മളൊരു ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി മാറും. ഹല്ലേലൂയ. വീട്ടിലെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതരുത്. ഒറ്റ ഒരാൾക്ക് കൃപ കിട്ടിയിട്ടുള്ളെങ്കിലും കർത്താവിനെ സ്തുതിക്കണം. അടുത്തുള്ളവരുടെ ചങ്ങലകൾ അഴിയും. കുഞ്ഞുങ്ങളെ കുറിച്ച് ആവലാതിപ്പെടുന്നവരെ, അടിമത്തങ്ങളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്, യുവജനങ്ങളെ കുറിച്ച് സങ്കടപ്പെടുന്നവരെ, ദൈവത്തെ ആരാധിച്ചു തുടങ്ങാമോ? കുടുംബത്തിൽ വിടുതലുകൾ, ചങ്ങലകൾ അഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ശക്തി പ്രകടമായി കാണുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ശ്രദ്ധിച്ചാൽ, അതായത് ഈ പൗലോസും ശീലാസും ഈ അടിമ പെൺകുട്ടിയുടെ മേലുള്ള പിശാചിനെ ബഹിഷ്കരിച്ചപ്പോ കർത്താവിന്റെ ശക്തി അവിടെ ഉണ്ടായിരുന്നോ? കർത്താവ് കൂടെ ഉണ്ടായിരുന്നോ? കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അറിഞ്ഞില്ല. പിശാച് വിട്ടുപോയത് അറിഞ്ഞില്ല. കർത്താവ് പ്രവർത്തിച്ച കാര്യം ആരും അറിഞ്ഞില്ല. പൗലോസും ശീലാസും മാത്രമേ അറിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവത്തെ ആരാധിച്ചപ്പോൾ, തടവറയ്ക്കുള്ളിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഈ ദൈവശക്തി പ്രകടമായി വന്നു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ട് കൂടെ. പക്ഷെ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ദൈവശക്തി പ്രകടമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് എന്തുമാത്രം സ്തുതികൾ ഒരുക്കാമോ, എത്രമാത്രം ശക്തമായ സ്തുതികൾ ഒരുക്കാമോ, അവിടേക്ക് ദൈവം വന്ന് ഇറങ്ങി വാസിക്കും. സങ്കീർത്തനത്തിൽ അതാണ് പറയുക. സങ്കീർത്തനം 22:3. സങ്കീർത്തനം 22:3 വാക്യം പറയാണ്, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ആ വചനം വന്നിട്ട് പറയാമോ? ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം, ഇസ്രായേൽ വിശ്വസിക്കുന്ന എവിടെന്നാണെന്ന് അറിയാമോ? ദൈവം വന്ന് ഇരിക്കുന്നത് എവിടാണെന്നറിയാമോ? ആ കസേരയിലല്ല, സ്തുതി ഒരുക്കുന്നിടത്താണ്. ഇസ്രായേൽ എപ്പോഴൊക്കെ ദൈവത്തിന് സ്തുതി ഒരുക്കുമോ, ദൈവം അതിനെ ഒരു കസേരയായിട്ട് കാണും, സിംഹാസനമായിട്ട് കാണും.
അപ്പൊ നമ്മുടെ ഇടയിൽ കർത്താവ് വന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കസേരയിലാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെറിയ സ്തുതിയാണ് ഒരുക്കുന്നത്. എന്നാൽ സ്തുതിയുടെ സിംഹാസനം ഒരുക്കണം ദൈവത്തിന്. അപ്പൊ ദൈവം വന്ന് അവിടെ ഇരിക്കും. ദൈവം വസിക്കുന്നത് ഈ പ്രകടമായ സ്ഥലങ്ങളിലൊന്നുമല്ല. ദൈവത്തിന് സ്തുതി എവിടെ ഒരുക്കുമോ, ഒരു വീട്ടിൽ ദൈവസ്തുതി ഉയരുമോ, ദൈവം വന്ന് അവിടെ വസിക്കും. ഒരാലയത്തിൽ ദൈവസ്തുതി എന്തുമാത്രം ഒരുക്കാമോ, ദൈവം വന്ന് അവിടെ വസിക്കും. ഭരതരമൂർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കണം. ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. വീണ്ടും നാലാമത്തെ ഒരു കാര്യം, ഉൾക്കാഴ്ച കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം. അതായത് ചില ഡിസേൺമെന്റ്. പലരും വന്നിട്ട് പറയാം അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഉൾക്കാഴ്ചകൾ കിട്ടും. അതായത് നമ്മളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു കിട്ടും ദൈവത്തെ സ്തുതിച്ചാൽ. ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. ലൂക്കായുടെ സുവിശേഷം എടുക്കും, 2-ാം അധ്യായം 37-38 വാക്യം വായിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ദൈവത്തെ സ്തുതിച്ചാൽ അകക്കണ്ണ് തുറന്നു കിട്ടും. അത് വലിയൊരു കൃപയാണ്. കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാകും. സത്യമേത് തിന്മയേത് മനസ്സിലാകും. പൊളിയേത് ശരിയേത് തിരിച്ചറിയും. പാപമേത് പുണ്യമേത് തിരിച്ചറിയും. നശിച്ചു പോകുന്നത് ഏത് നിത്യമേതെന്ന് മനസ്സിലാവും. ഇതെനിക്ക് അനുഗ്രഹമാകുമോ ദോഷമാകുമോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ വ്യക്തി ഒരു ഗുണമായി മാറുമോ അതോ എനിക്ക് പാരയായി മാറുമോ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച കിട്ടും. ആന്തരിക നേത്രം തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മൾ വിധി എഴുതും. ശരിയായി വിധിക്കാൻ പറ്റാതെ നമ്മൾ പാപത്തിൽ വീഴും. അതുകൊണ്ട് സ്തുതിച്ചാൽ ഉൾക്കാഴ്ച, കണ്ണ് തുറന്നു കിട്ടും. വായിക്കാമോ? 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ വിധവയുടെ പേരെന്താ? അന്ന. അന്ന. അന്ന എന്ന് പറയുന്ന 84 വയസ്സുള്ള ഒരു അമ്മച്ചി ദേവാലയത്തിൽ അങ്ങനെ കഴിയുകയാണ്. രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിയുകയാണ്. അപ്പൊ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിയുന്ന ഒരാള് പ്രായമൊന്നും നോക്കില്ല, 84 വയസ്സായാലും ദൈവസ്തുതി നിർത്തിയിട്ടില്ല. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാള് എന്താ അതിന്റെ ഗുണമെന്നറിയാമോ? ശ്രദ്ധിക്കണം. ജെറുസലേം ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ 1-2 പേരല്ല, ആയിരക്കണക്കിന് ആളുകൾ തിരുനാളിന് ഒന്നിച്ചു കൂടുന്ന, ധാരാളം കുടുംബങ്ങള് കാഴ്ചകളുമായി വരുന്ന ഈ ദേവാലയത്തിൽ പക്ഷേ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഈ അമ്മച്ചിക്ക് ഒരു കാഴ്ച കിട്ടി. എന്താണെന്ന് അറിയാമോ? ഒരു അപ്പനും അമ്മ. വായിച്ചോ? അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം അങ്ങ് ഗലീലയിൽ 100 കിലോമീറ്റർ അകലെ എന്നൊരു കുടുംബം വന്നിട്ടുണ്ട്. ഈ കുടുംബം യൗസേപ്പും മേരിയും ഒരു കുഞ്ഞും. ശ്രദ്ധിക്കണം, 100 കണക്കിന് കുടുംബങ്ങൾ കാഴ്ചയുമായിട്ട് വന്നുകൊണ്ട് നിൽക്കുക, ക്യൂ നിൽക്കുക, ഇടിച്ചു കുത്തി ആള് നിൽക്കുക. പക്ഷേ ഇത്രയും ആളുകളുടെ ഇടയിൽ ഈ അമ്മച്ചിക്ക് അകക്കണ്ണ് തുറന്നു കിട്ടി. ഇതാണ് തിരുക്കുടുംബം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന അകക്കണ്ണ് തുറന്നു കിട്ടും. ഏതാണ് ദൈവികാംശമെന്ന് മനസ്സിലാവും. ഡിവൈൻ ടച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും ജനം വന്നിട്ട് ഈ കുടുംബത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുകയാണ്, ഇതാ സകലരും പ്രതീക്ഷിച്ചിരുന്ന രക്ഷ, ഇതാണ്. ബാക്കിയൊന്നുമല്ല, ഇതാണ് തിരുക്കുടുംബം, ഇതാണ് രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കുടുംബത്തെ കാണാനുള്ള ഭാഗ്യം കിട്ടും. ദൈവത്തെ സ്തുതിച്ചാൽ വെളിപാടുകൾ കിട്ടും, ജ്ഞാനം കിട്ടും, ഉൾക്കാഴ്ച കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തില് ഒരുപാട് ദുരുപദേശങ്ങൾ, തെറ്റായ പഠിപ്പിക്കൽ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. ശരിയോ തെറ്റെന്ന് അറിയാതെ പിള്ളേർ പോകുന്ന, ഉൾക്കാഴ്ചയില്ല, ബുദ്ധി കെട്ടിയിട്ടിരിക്കുകയാണ്. ദുരുപദേശങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ. ഒരു കൊച്ചുകുഞ്ഞ് അവൻ പറയുകയാണ്, അച്ഛാ പ്രൊഫസർ പഠിപ്പിച്ചു മാസ്റ്റർബേഷൻ ഈസ് എ സേഫ്റ്റി വാൽവ്. സ്വയംഭോഗം ചെയ്യുന്നത് ടെൻഷൻ ഒഴിവാക്കാനുള്ള നല്ല വഴിയാണെന്ന് ഒരു ടീച്ചർ പഠിപ്പിച്ചത്, സാറ് പഠിപ്പിച്ചു. അവനത് ചെയ്ത് അവൻ പാവത്തിന് അടിമത്തിൽപ്പെട്ട് അവനെ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മനസ്സ് തകർന്ന് കഴിയുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദുരുപദേശങ്ങൾ തലയിൽ കയറുമ്പോൾ കുഞ്ഞുങ്ങൾ വിചാരിക്കും ശരിയാണ്, ആൽക്കഹോളിസം ഈസ് ഈക്വൽ ടു മാൻലിനെസ്. ഇച്ചിരി വെള്ളം അടിക്കുന്ന ഒരു കുഴപ്പമില്ല, മദ്യപിക്കുന്നത് മാൻലിനെസ്, പുരുഷത്വമാണ്. ദുരുപദേശങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ ഈ ലോകത്തിന്റെ അരൂപി കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, ഇതൊക്കെ തലയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ ദൈവികാംശം മനസ്സിലാകാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഉൾക്കാഴ്ച തുറന്നു കിട്ടണം,
കൺസ്യൂമറിസം മറ്റൊരു ദുരുപദേശം. കൺസ്യൂമറിസം ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. അല്ലെങ്കിൽ കൺസ്യൂമറിസം ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ദ സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ ഉപഭോഗ സംസ്കാരം, ഈ ആമസോൺ അഡിക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി ഇങ്ങനെ എല്ലാം ശേഖരിച്ച് വെക്കുക, ഈ ഭൂമി കൊണ്ട് തീരുക. ഇങ്ങനെ ശരിയത് തെറ്റെന്ന് അറിയാതെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം വായിക്കാമോ? എഫേസ്യർ 1:18. ഉൾക്കാഴ്ച കിട്ടണം. ഉൾക്കാഴ്ച, ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിച്ചു തരാൻ ദൈവം തരുന്ന വഴിയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിക്കാം. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഏത് തരത്തിലുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ, വിശുദ്ധർക്ക് അവകാശമായി കൊടുത്ത നിത്യതയുടെ ഭാഗ്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറന്നു തന്നാലേ നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാവും. അതിനുള്ള വഴിയാണ് എന്ത്? ദൈവസ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. Let the eyes of your heart be enlightened. Let the eyes of your heart be enlightened. അത് വേണം ഈ കാലഘട്ടത്തിൽ ആവശ്യം. ബുദ്ധി കെട്ടിട്ട് പോകരുത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അല്പനേരം സ്തുതിക്കാമോ? ഹല്ലേലൂയ. 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 ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് നിർത്താം. നീതി സ്ഥാപിച്ചു കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം. പല ആളുകളും അനീതിയിൽപ്പെട്ട് ഞെരുങ്ങുകയാണ്. പല ആളുകളും നമ്മുടെ നന്മകളെല്ലാം കവർന്നെടുത്ത് നമ്മളെ ഞെരുക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല, അയൽക്കാരുടെ ഇടയിൽ നീതിയില്ല, സഹോദരങ്ങളുടെ ഇടയിൽ നീതി കിട്ടുന്നില്ല, സ്വന്തം വീട്ടിൽ നീതി കിട്ടുന്നില്ല, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, കോടതി വഴക്കുകളിൽ കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. സങ്കീർത്തനം 35:27 വാക്യം പറയും, എന്റെ നീതി സ്ഥാപിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. പ്രിയപ്പെട്ടവർ, ദൈവം നമുക്ക് നീതി സ്ഥാപിച്ചു തരും. നമ്മുടെ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചു തരും. ലോകത്തിൽ ഒരു മനുഷ്യന് നമ്മളെ സഹായിക്കാനില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനിക്കാമോ? ദൈവം നമുക്ക് നീതി സ്ഥാപിക്കും. ഞാൻ ഒരിക്കലും ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. ഒരു കൊട്ടാരക്കരയിൽ നിന്നൊരു പയ്യൻ, അവന്റെ വേദന എന്ന് പറയുന്നത്, അവൻ അവധിക്ക്, ഗൾഫിലായിരുന്നു, അവധിക്ക് വന്നപ്പോൾ ഭാര്യയും കൂട്ടി ബൈക്കിന് റോഡിലേക്ക് ഇറങ്ങിയതാണ്. ഒരു അമ്മാവനെ ഇടിച്ചിട്ടു. അമ്മാവൻ സ്പോട്ടിൽ മരിച്ചു. ഈ മരിച്ചുപോയ മനുഷ്യന്റെ അനന്തരവൻ ഒരു പോലീസുകാരനായിരുന്നു. ഈ പോലീസുകാരൻ ഇവനെതിരെ കേസ് എഴുതി ഇവന്റെ സർവ്വ ജീവിതം പൂട്ടിക്കിട്ടുന്ന രീതിയിൽ മൗസർ എഴുതി കോടതിയിൽ ഹാജരാക്കി. അവൻ വന്ന് വേദനയോട് പറഞ്ഞു, അച്ഛാ, ഞാൻ മനസ്സാവാച അറിഞ്ഞില്ല അച്ഛാ, ആ മനുഷ്യൻ വെള്ളം അടിച്ചിട്ടെടുത്ത് വഴിയിലേക്ക് ചാടിയതാണ് അച്ഛാ, ഇടിച്ചു. പക്ഷേ എനിക്ക് നീതി സ്ഥാപിച്ചു കിട്ടാൻ സാധ്യതയില്ലയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ. അവൻ പറഞ്ഞു, ആ കൊച്ചുപയ്യൻ അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. അവന് സാക്ഷ്യം പറഞ്ഞതാണ്. കോടതിയിൽ ജഡ്ജി പോലീസുകാരനോട് ചോദ്യം ചോദിച്ചപ്പോൾ പോലീസുകാരന് ഉത്തരവില്ല. അതോടുകൂടി ജഡ്ജി ഒരു തീരുമാനം, ആ പയ്യനെ വെറുതെ വിട്ടു. അവൻ സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോ ദൈവത്തിന്റെ നീതി അവന് തുറന്നു കിട്ടി. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അനേകം വർഷങ്ങളായി പല പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ദൈവം എന്തുകൊണ്ടിത് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ദൈവം പറഞ്ഞ വഴികളാണ് ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് 5 കാര്യങ്ങളാണ് ദൈവത്തെ സ്തുതിച്ചാൽ കിട്ടുന്നത്. 1, ബി ഫ്രൂട്ട്ഫുൾ ഇനഫ്. ഫലദായകമാകാൻ, ഫ്രൂട്ട്ഫുൾ ആകാൻ നമ്മളെല്ലാം ആഗ്രഹം അതാ. നമ്മളൊരു അനുഗ്രഹമാണ്, ഫ്രൂട്ട്ഫുൾ ആകണം, ദൈവത്തെ സ്തുതിക്കണം. 2, ആത്മശക്തി പ്രവഹിക്കാൻ, കർത്താവിന്റെ ആത്മാവ് ശക്തമായി പ്രവഹിക്കാൻ ദൈവത്തെ സ്തുതിക്കണം. 3, അടുത്തുള്ളവരുടെ ചങ്ങലകൾ തകരാൻ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. 4, ഉൾക്കാഴ്ച ലഭിക്കാൻ, മനോനയനങ്ങൾ തുറന്നു കിട്ടാൻ, അകക്കണ്ണ് തുറന്നു കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം. 5, നീതി സ്ഥാപിച്ചു കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവാരാധനയ്ക്ക് ദൈവം തരുന്ന കൃപയുടെ വഴികളാണ്.